ദൃശ്യം 3 മൗനത്തിന്റെ മുകളിലൂടെ നടന്നെത്തുന്ന ജോർജ് കുട്ടിയുടെ അവസാന ചതുരംഗക്കളി. മലയാള സിനിമയിലെ ത്രില്ലർ ചരിത്രത്തിൽ ദൃശ്യം എന്ന പേര് ഒരു വികാരമാണ്. ഒരു സാധാരണ കേബിൾ TV ഓപ്പറേറ്റർ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നടത്തുന്ന അസാധാരണമായ ബുദ്ധി പരീക്ഷണങ്ങളുടെ കഥ. ആദ്യ 2 ഭാഗങ്ങളിലൂടെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്തു. ദൃശ്യം 3 ആ പാരമ്പര്യത്തെ വെറുതെ തുടരുന്നില്ല, മറിച്ച് അതിനെ കൂടുതൽ പക്വതയിലേക്കും ആഴത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു സിനിമാ അനുഭവമാണ്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ദൃശ്യം 3 മുൻഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ശാന്തവും ഗൗരവമുള്ളതുമായ ഒരു താളത്തിലാണ് മുന്നേറുന്നതെന്ന് കരുതുന്നു. ഇവിടെ അതിവേഗ ട്വിസ്റ്റുകളേക്കാൾ മനസ്സിലെ സംഘർഷങ്ങളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം ഇപ്പോൾ ഒരു വിജയിയായ രക്ഷകനല്ല, മറിച്ച് തൻ്റെ തന്നെ ബുദ്ധിയുടെ ഭാരമേറ്റ് നടക്കുന്ന ഒരാളാണ്. ആന്തരികമായ കുറ്റബോധവും ഏത് നിമിഷവും തകർന്നു പോകാവുന്ന ഒരു രഹസ്യത്തിന്റെ പേടിയും സിനിമയുടെ ഹൃദയമിടിപ്പായി മാറുന്നു. മോഹൻലാൽ ഇവിടെ തൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നിയന്ത്രിതവും ശക്തവുമായ പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെക്കുന്നു. വാക്കുകളേക്കാൾ കണ്ണുകളിലൂടെയും നിശബ്ദതയിലൂടെയും സംസാരിക്കുന്ന ജോർജ് കുട്ടി പ്രേക്ഷകരെ തൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ഒരു സീനും അമിതമായി അഭിനയിക്കുന്നില്ല. ചെറിയ ഭാവമാറ്റങ്ങൾ പോലും വലിയ അർത്ഥം വഹിക്കുന്നു. കുടുംബാംഗങ്ങളായി എത്തുന്ന മറ്റ് അഭിനേതാക്കളും അവരുടെ കഥാപാത്രങ്ങൾക്ക് ആവശ്യമായ മാനസിക ഭാരം പൂർണ്ണതയോടെ കൈകാര്യം ചെയ്യുന്നു. കഥാപരമായി ദൃശ്യം 3 അതീവ സൂക്ഷ്മമാണ്. മുൻഭാഗങ്ങളിൽ വിതച്ച ചെറിയ സൂചനകൾ ഇവിടെ വലിയ അർത്ഥതലങ്ങളായി തിരിച്ചു വരുന്നു. നിയമവും നീതിയും തമ്മിലുള്ള അതിരുകൾ, ശരിയും തെറ്റും തമ്മിലുള്ള നൈതിക സംഘർഷങ്ങൾ, ഇവയെല്ലാം സിനിമ വളരെ സ്വാഭാവികമായി കൈകാര്യം ചെയ്യുന്നു. പ്രേക്ഷകനെ ഞെട്ടിക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ അവരെ ചിന്തിപ്പിക്കുക എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന വിഷയം. സാങ്കേതികമായി സിനിമ അത്യന്തം മിനുക്കമുള്ളതാണ്. ക്യാമറ വർക്ക് കഥയുടെ നിശബ്ദതയ്ക്ക് അനുയോജ്യമായാണ് മുന്നേറുന്നത്. പശ്ചാത്തല സംഗീതം ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടുന്നു. പല രംഗങ്ങളിലും മൗനം തന്നെയാണ് ഏറ്റവും വലിയ സംഗീതം. എഡിറ്റിംഗ് കൃത്യവും ക്ഷമയോടെയുള്ളതുമാണ്. സിനിമയെ ഒരു ശ്വാസത്തിൽ കണ്ടു തീർക്കാൻ സഹായിക്കുന്ന വിധത്തിൽ അവസാനമായി പറയേണ്ടത് ദൃശ്യം 3 ഒരു സാധാരണ സ്വീക്കലല്ല, അത് ഒരു യാത്രയുടെ പക്വമായ സമാപനമാണ്. പ്രേക്ഷകർ ജോർജ് കുട്ടിയോടൊപ്പം നടന്ന വഴികൾക്ക് അർത്ഥം നൽകുന്ന ഒരു സിനിമ. ആവേശവും ബുദ്ധിയും വികാരവും ഒത്തുചേരുന്ന ഈ ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ ത്രയങ്ങളിലൊന്നായി ഉറപ്പിക്കുന്നു. ജോർജ് കുട്ടി സംസാരിക്കാതെ പറഞ്ഞ കഥ പ്രേക്ഷക മനസ്സിൽ ഏറെക്കാലം മുഴങ്ങിക്കൊണ്ടിരിക്കും. ജോർജ് കുട്ടിയുടെ അവസാന വരവിനായി നമുക്ക് കാത്തിരിക്കാം.